ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടി ഇത് അനുവദിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകളെ കൂടുതൽ അറിയുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോഴിത് അവർക്കൂടെ അനുവദിക്കേണ്ട ഒരു ആവശ്യമാണ്. ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യണം. അവരുടെ സമരം ന്യായമുള്ളതാണ്. ന്യായമുള്ളതാണ്, തീർച്ചയായിട്ടും ന്യായമുള്ളതാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകൾ കൂടുതൽ അറിയുന്നവരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്കൂടെ അനുവദിക്കേണ്ടതല്ലേ ഇത്? തീർച്ചയായിട്ടും അവർക്ക് അനുവദിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, സമരം ആവശ്യമാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് നമ്മൾ വി.ഡി. സതീശൻ സാർ ചെയ്യും. അത് ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾക്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ കേരളത്തിലെ സഖാവ്. ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. 60-500 ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾ പ്രായം ചെന്നൊരു ബിരുദ വഴി വെറുതെ പഠിക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾക്കും വേണ്ടേ? 60-500 നിർബന്ധമായിട്ടും വേണ്ടേ? സീനിയർ സിറ്റിസൺ വേണ്ടേ? 60-70 വയസ്സുകാർക്ക് വേണ്ടേ? പിന്നെ എന്താ അവർക്ക് പണിയെടുക്കാൻ പോകാൻ പറ്റുമോ? എന്തിനാ പോകുമോ? ഈ പെൻഷൻ കിട്ടിയാൽ ജീവിക്കുന്നത്. സീനിയർ സിറ്റിസൺ ആൾക്കാർക്ക് ടിക്കറ്റെങ്കിലും കൺസെഷൻ ചെയ്ത് തരേണ്ടിയിരുന്നു. അത് വേണമെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കും. ഫുൾ ടിക്കറ്റ് വേണ്ട, ഹാഫ് ടിക്കറ്റെങ്കിലും വെക്കുകയാണ് സീനിയർ ആൾക്കാർക്ക്. അത് ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. 60 വയസ്സിന് കഴിഞ്ഞ് നമ്മളവർക്ക് വേറെ പണിയെടുക്കാനൊന്നും പോകാൻ പറ്റും, വരുമാനം ഇല്ലല്ലോ. അപ്പൊ ഈ പെൻഷൻ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നത്. നല്ല പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസെഷൻ ടിക്കറ്റ് കിട്ടിയേ കൊള്ളായിരുന്നു. ഫുൾ വേണ്ട. ഈ വയോജന ക്ഷേമത്തിന് പുതിയ വകുപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയുടെ അതിന് ആവശ്യം അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് തന്നെയാണ്. അപ്പോഴേക്കും 6 മാസമെങ്കിലും ആവും അത് വരാനായിട്ട്. അത് വേണമെന്നുള്ളതാണ് നമ്മളെ ഡിമാൻഡ്.